കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ? ഇപ്പം നോമ്പൊക്കെ അല്ല, അതുകൊണ്ട് ഞാൻ വെറൈറ്റി ഡിഷായിട്ട് വന്നിരിക്കുകയാണ്. വെറൈറ്റി ഒന്നല്ല ഗേസ്, ഇതൊക്കെ ആൾക്കാർ കണ്ടുമടുത്ത ഡിഷ് തന്നെയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബ്രെഡാണ് ആവശ്യം. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് പച്ച മുട്ടയുള്ള ഗേസ്, അവിച്ച മുട്ടയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് വന്നത്. അപ്പോൾ ഈ മുട്ടയെ നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഈ ഷേപ്പ് ആവണം. കണ്ടിട്ട് എനിക്ക് തന്നെ കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് സവാളയും പച്ചമുളകും അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിയാം. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വേണ്ട, കുറച്ച് സാധനം മതി ഗേസ്. അപ്പോൾ നമുക്കാണെങ്കിൽ ആദ്യം തന്നെ സവാള നല്ല കുനുകുന അരിഞ്ഞതും, പിന്നെ അതിൽ നമ്മുടെ പച്ചമുളക് നന്നായിട്ട് കുനുകുന അരിഞ്ഞും എടുക്കുക. അതിന് നമുക്ക് ബ്രെഡ് ആണെങ്കിൽ പച്ചവെള്ളത്തിൽ മുക്കി എടുക്കണം കേട്ടോ. നമുക്കത് കട്ടി മാറ്റി നല്ല ലൂസാക്കി എടുക്കണം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പൊടികളാണ്, ഒരുപാട് പൊടിയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് പൊടി മതി. അപ്പോൾ നമുക്ക് ആദ്യം മുളക് പൊടി, പിന്നെ നമുക്ക് ഗരം മസാല, പിന്നെ അതിന് കുറച്ചും കൂടെ എരിവിന് വേണമെങ്കിൽ നമുക്ക് കുരുമുളകും കൂടെ ആഡ് ചെയ്യാം. എനിക്ക് എരിവ് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പ്, ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ, കാരണം കുറച്ച് മധുരം ഉപ്പ് എല്ലാം കൂടി ചേർന്നതാണല്ലോ കട്ട്ലേറ്റ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ 2 മിനിറ്റോളം മിക്സ് ചെയ്തു. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. അതിന് നമുക്ക് ബ്രെഡ് പൊടി തന്നെയാണ് മുക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രെഡ് മതി കേട്ടോ എല്ലാത്തിനും കൂടെ. പിന്നെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത സംഭവം റെഡിയാവും. വളരെ സിമ്പിളാണ്. സത്യം പറഞ്ഞ് എവിടെയോ കണ്ടതാണ് കേട്ടോ ഇത്, പക്ഷേ ഞാൻ സക്സസ് ആവുമെന്ന് കരുതിയില്ല. പക്ഷേ എനിക്ക് സക്സസ് ആയി. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ മൈ ഫ്രണ്ട്സ്, ലവ് യു ആൾ, ടാറ്റാ.